ഹായ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് എന്ന്. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ തുടങ്ങാം. ഓക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ച ആ കാര്യം തന്നെ, അതായത് മതനിയമങ്ങൾ, ഇസ്ലാമിലെ മതനിയമങ്ങൾ അത് പറഞ്ഞു തരുന്നവർക്ക് ബാധകമല്ലേ? ഇതാണ് എൻ്റെ ടോപ്പിക്. ഓക്കെ. ഇത് ഇത് പറയുമ്പം എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഉസ്താദുമാരോടാണേലും പണ്ഡിതന്മാരോടാണേലും എനിക്ക് അവരുടെ സ്ഥാനത്തിനോടും എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. ഓക്കെ. ഇൽമ് ആര് പറഞ്ഞു തരുന്നതാണേലും അറിവ് ആര് പകർന്നു തരുന്നതാണേലും അവരെ ബഹുമാനിക്കണം എന്നൊരു ചിന്താഗതിയുള്ള പെൺകുട്ടി തന്നെയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട്, തങ്ങന്മാരുണ്ട്, മതപ്രഭാഷകരുണ്ട്, ഒക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടുള്ള അദബ് കേടായിട്ട് ഒരിക്കലും ഈ വീഡിയോ കാണരുത്. ഓക്കെ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ എനിക്കറിയാം. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. അല്ലാതെ ഞാൻ പറയുന്ന കാര്യത്തിൽ ആ വ്യക്തിയെ ആ വ്യക്തിഹത്യ ചെയ്യുക എന്നത് എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാൻ വീഡിയോകളിൽ ഞാൻ എപ്പോഴും പറയാണ്, എൻ്റെ സംശയങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ചിന്തകൾ, അത് ഞാൻ പറയാനുള്ള ഒരു സ്പേസ്, അതാണ് എനിക്കെൻ്റെ യൂട്യൂബ് ചാനലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. തുടക്കം തന്നെ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. മതനിയമങ്ങൾ. ഇസ്ലാം മതത്തിൽ, എല്ലാ മതത്തിലും അതിൻ്റേതായ നിയമങ്ങളുണ്ടാവും അല്ലേ? എനിക്ക് എൻ്റെ മതത്തിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ള മതം എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. പക്ഷേ പൊതുവേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മതമായാലും അതിപ്പോൾ എന്തായാലും, ഇപ്പോൾ ഒരു പാർട്ടി ആയാലും എന്താ പറയണ്ടേ, ഇപ്പം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണെങ്കിലും അതിന് അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് പറയില്ലേ? അത് എന്തായാലും എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മതത്തിൽ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ച, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ആ നിയമങ്ങളിൽ എനിക്ക് തോന്നുന്ന കൺഫ്യൂഷൻസ് വെച്ചാണ് ഞാൻ എപ്പോഴും ഓരോരോ എന്താ പറയുക, കൺഫ്യൂഷൻസുകളാണ് എന്നെ എപ്പോഴും മുന്നോട്ട് നയിപ്പിക്കുക എന്ന് പറയാം. അതാണ് ഏറ്റവും നല്ലൊരു പോയിൻ്റ്. ഞാൻ ആദ്യമേ എൻ്റെ വീഡിയോകൾ പറഞ്ഞിരുന്നു, ഞാൻ പെട്ടെന്നൊന്നിനെ വിശ്വസിക്കുന്ന ഒരു ടൈപ്പല്ല. അതായത് ആരെന്ത് പറഞ്ഞാലും അതിനെ എന്താ പറയുക, വെള്ളം തൊടാതെ വിഴുങ്ങുക എന്ന് പറയുന്ന ആ ഒരു പ്രകൃതക്കാരിയല്ല ഞാൻ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് റീതിങ്ക് ചെയ്യും എന്നത് എൻ്റെ ഒരു ഇത് ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മളങ്ങ് ചിന്തിക്കും. ചിന്തിച്ച ശേഷം അത് ശരിയാണോ എന്ന് സ്വയം മനസ്സിലാക്കിയത്തെ ഒരു കാര്യത്തെ ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കാറുള്ളൂ, ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പല കാര്യത്തിലും ഞാൻ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇത് ഞാൻ ഇപ്പോഴേ ആദ്യം പറഞ്ഞു തന്ന മുഖവരയൊക്കെ മനസ്സിലാക്കി കേൾക്കണം എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. എൻ്റെ നാട്ടിൽ, ഞാൻ എൻ്റെ നാട് എവിടെയാണെന്ന് പറയാൻ പോകുന്നില്ല. എൻ്റെ നാട്ടിൽ ഒരു ഉസ്താദ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉസ്താദ് വന്നു. അപ്പോൾ ഉസ്താദ് എന്താ പറയുക, ഉസ്താദിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ നാട്ടിൽ ഉസ്താദ് വന്നിട്ട്, ഉസ്താദ് ഖത്തീബായിട്ടാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഖത്തീബ്. ഓക്കെ. അപ്പോൾ ഖത്തീബായിട്ട് ഉസ്താദിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നാട്ടിൽ മൊത്തം അത്രയും നല്ല അഭിപ്രായം. കാരണം ഉസ്താദ് വളരെ നല്ല ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ചെറിയ കുട്ടികൾ പോലും പള്ളിയിൽ നിസ്കരിക്കാനെത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉസ്താദിൻ്റെ വരവോട് കൂടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉസ്താദിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദിനോടുള്ള ഭയം കാരണം കുട്ടികൾ ജമാഅത്തിന് തന്നെ നിസ്കരിക്കാൻ പള്ളിയിലെത്തുന്നു. അങ്ങനെയുള്ള ഒരുപാട് മതപരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നാട്ടിൽ കാണാനിടയായി. അപ്പോൾ എല്ലാവരും ആ ഉസ്താദിനെ ഭയങ്കരമായിട്ട് പൊക്കി പറയാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ ആ ഉസ്താദ് ചെയ്ത ആ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക, അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും. കാരണം മതം പഠിച്ച് മതത്തെക്കുറിച്ച് അറിവുള്ളവർ തന്നെയാണ് അവർക്ക് നേരായ പാത പറഞ്ഞു കൊടുക്കേണ്ടതും ശരിയായ വഴിയിലേക്കൂടെ കുട്ടികളെ നടത്തേണ്ടത്. അത് അവരുടെ ഒരു ദൗത്യമായിട്ട് ഇസ്ലാം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അത് ചെയ്ത ഉസ്താദിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഓക്കെ. അപ്പോൾ ആ ഉസ്താദിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം.
അങ്ങനെ ഞാൻ ഈ ഉസ്താദിനെ ഫസ്റ്റായിട്ട് കാണുന്നത് നാട്ടിൽ ഒരു പ്രഭാഷണ വേദിയാണ്. എനിക്ക് തോന്നുന്നു റബ്ബിൽ അവലിൻ്റെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ റബ്ബിൽ അവലിൻ്റെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരുപാട് മതപ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് വെക്കാറൊന്നുമില്ല, എന്തെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റബ്ബിൽ അവലായിരിക്കും. റബ്ബിൽ അവലിൻ്റെ പരിപാടിയിലാണ് ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ.